യെസ്, ഡോക്ടർ ജയരാജ്, എന്തായാലും സോളാർ ആയുധമാക്കി ആണ് ഇടതുമുന്നണി അധികാരത്തിൽ എത്തുന്നത് അല്ലേ? ആ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ അല്ലേ? അപ്പോൾ സോളാർ ആയുധമാക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയും അഴിമതി കൊണ്ട് അങ്ങ് കഴുത്തപ്പ് മുങ്ങിത്താണ്, ആരോപണങ്ങൾ കൊണ്ട് കഴുത്തപ്പ് മുങ്ങിത്താണ് ഒരു ഭരണമായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്ത് താങ്കൾ പറഞ്ഞാലും സോളാർ ഒരു പ്രധാന ഘടകമായിരുന്നു. ഇടതുമുന്നണിയെ അധികാരത്തിൽ എത്തിച്ചതിൽ സോളാർ വിഷയത്തിന് പ്രത്യേക പങ്കുണ്ട്, ഏറെ പ്രസക്തിയുണ്ട്. അത് താങ്കൾ അത് നിഷേധിച്ചാലും ഞാൻ അംഗീകരിക്കില്ല. ഞാൻ പറയാം അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഇദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ കെ കരുണാകരനെ വിട്ടുകളാം. കോൺഗ്രസ് തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കിന്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് കെ കരുണാകരന്റെ കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ നമ്പി നാരായണൻ എന്ന് പറഞ്ഞ മനുഷ്യനോട് ആര് മാപ്പ് പറയും? ഈ നമ്പി നാരായണനെ കുറിച്ച് ഇത്രയധികം വൃത്തികേടുകൾ എഴുതി വെച്ച ഈ വൃത്തികേടുകൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അനിലേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ച്? അങ്ങനെ എഴുതി വെച്ച ഈ ജോൺ മണ്ടക്ക എന്ന് പറഞ്ഞ ആള് മനോരമയിൽ സീരിയലൈസ് ചെയ്ത് എഴുതിയത് അനിലേട്ടൻ വിശ്വസിക്കുന്നു? അത് അന്ന് ആവേശത്തോടെ വായിച്ചതാണ്. അന്നത്തെ താങ്കൾ പറഞ്ഞ പോലെ ഈ ട്യൂണയുമായിട്ടുള്ള ഉപമയും മറ്റു കാര്യങ്ങളൊക്കെ, അതായത് കൃത്യമായി മറിയ റഷീദയുടെ മുറിയിൽ ഇരുന്ന് എഴുതിയ പോലെയായിരുന്നു. അതായത് ലൈവായിട്ട് ഇതൊക്കെ കണ്ട അത് അതേപോലെ പകർത്തി വെച്ച പോലെയായിരുന്നു എഴുതി. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, ഞാനത് വിശ്വസിച്ചിട്ടുമില്ല. അതുപോലെ തന്നെയാണ് ഈ കേസും. പക്ഷെ അങ്ങനെ ഒരു താരതമ്യം വേണോ ഡോക്ടർ ജയരാജ്? ഇത് ഫിക്ഷൻ ആണ്. അല്ല, കാരണം അല്ല ഡോക്ടർ ജയരാജ്, അന്ന് തന്നെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനെ തുടർന്നാണ് ആ ചർച്ച അവസാനിച്ചതെന്ന്. മറ്റ് മാർഗങ്ങളൊന്നുമില്ല, മറ്റ് മാർഗങ്ങളില്ല. അല്ല, സമരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് അസ്വാരസ്യമുണ്ടാക്കും. മാത്രമല്ല, ഇപ്പുറത്തിരിക്കുന്നവർക്കാവട്ടെ, ഇടതുമുന്നണിക്കാവട്ടെ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒത്തുതീർപ്പ് ചർച്ച നടന്നു. ആ ഒത്തുതീർപ്പ് ചർച്ച നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഇത് വീണ്ടും ഈ വിഷയം കത്തുന്നത്. വീണ്ടും ചർച്ച ചെയ്യാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ തുറന്നു പറഞ്ഞാൽ പോരെ. ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടത്തി, അത് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ ചില താല്പര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്തിയത് എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും തുറന്നു പറഞ്ഞാൽ അവിടെ തീർന്നില്ലേ പ്രശ്നം? പക്ഷേ ഇപ്പോഴും എന്താ അംഗീകരിക്കാത്തത്? എന്താണ് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത്? എന്തിനാണ് അങ്ങനെ ആവർത്തിക്കുന്നത്? എന്തിനാണ്? അതിനു മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് PM നിയാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പ്ലീസ്. ഒന്നാമത്, ഈ ഒരു കേസ് കൊണ്ടുവന്നത് ഈ ഹേമേന്ദ്രൻ എന്ന് പറയുന്ന DGP ആയിരുന്ന ആ മനുഷ്യൻ അറസ്റ്റ് ചെയ്യുന്നത്, ആദ്യത്തെ അറസ്റ്റ് നടക്കുന്നത് ഉമ്മൻചാണ്ടി സ്ഥലത്തില്ലാത്ത സമയത്താണ്. ഇതേതെങ്കിലും ഇടതുപക്ഷത്തിന്റെ ആരോപണം കൊണ്ടാണോ ആദ്യത്തെ അറസ്റ്റ് നടക്കുന്നത്? ഇടതുപക്ഷക്കാരെങ്കിലും ആണോ ഈ ആരോപണം പുറത്തേക്ക് കൊണ്ടുവരുന്നത്? ഇടതുപക്ഷക്കാരെങ്കിലും അതിന് ഭാഗഭാക്കായിരുന്നോ? ഉമ്മൻചാണ്ടി തന്നെ നിയമിച്ച ഉമ്മൻചാണ്ടിയുടെ പോലീസ് ചീഫായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാതെ അവിടെ നിന്നൊരു അറസ്റ്റ് നടക്കുമോ? ഒന്നാമത്തെ ചോദ്യം. അതിനെ തുടർന്നാണെന്നല്ലോ ഈ സംഭവങ്ങളുടെ പരമ്പര. പിന്നീട് TV ചാനലിലൊക്കെ വന്നിരുന്നുണ്ട്. അല്ല ഡോക്ടർ ജയരാജ്, അപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ. ഇപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പോലീസിനെ ചട്ടുകമാക്കുന്നത് പാർട്ടിയാണ്, പിണറായിയാണ്. അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്നു. അങ്ങനെയാണല്ലോ വലിയ ആക്ഷേപം. നിങ്ങൾ നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയായിരുന്ന ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നോക്കൂ, അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല. മുഖ്യമന്ത്രി തലത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. വളരെ സുതാര്യമായിട്ട് അന്വേഷണം നടന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിനെ അംഗീകരിക്കല്ലേ വേണ്ടത്? അത് കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഇപ്പൊ തിരുവഞ്ചൂരും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഇടയ്ക്ക് വെച്ച് തിരുവഞ്ചൂരിൽ നിന്ന് മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു വിഷയം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നേരത്തെ തിരുവഞ്ചൂരിൽ നിന്ന് മുഖ്യമന്ത്രിയാവാൻ ഒരു ശ്രമം നടത്തി ഉമ്മൻചാണ്ടി ഇവിടെ ഇല്ലായിരുന്ന സമയത്ത്. അവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നീടുണ്ടാകുന്ന തുടർച്ചകളുടെ എല്ലാം പിന്നീടുണ്ടാകുന്ന ഹോൾ സ്റ്റോറി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം ഒന്നും ഇടതുപക്ഷത്തിന് റോളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ കണക്കോലെ കാലാകാലങ്ങളിൽ ഓരോരോ ആരോപണങ്ങൾ വരും. ആ ആരോപണങ്ങളെല്ലാം ഇതിന്റെ എല്ലാം കുറ്റം കൊണ്ടുവന്നിട്ട് ഇടതുപക്ഷക്കാരുണ്ടാക്കിക്കൊണ്ടുവന്ന ആരോപണമൊന്നുമല്ലല്ലോ ഇത്. ഇടതുപക്ഷക്കാരുണ്ടാക്കിയ ആരോപണമാണോ? അങ്ങനെ തോന്നുമല്ലോ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ അഥവാ ഈ പറഞ്ഞതുപോലെ
ഏതെങ്കിലും ഒരു ഇദ്ദേഹം പറയുന്നതിനെ ഞാൻ ഒട്ടും 1% പോലും വിശ്വസിക്കുന്നില്ല. കാര്യം അങ്ങനെ ഫിക്ഷൻ ഫാക്റ്റ് ആക്കി വളരെ പൊലിപ്പിച്ചെഴുതുന്ന ഒരാളാണ് ഇദ്ദേഹം, ഈ ജോൺ മുണ്ടക്കയ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം ഇപ്പോൾ എഴുതുന്ന ഈ ഒരു സംഭവത്തിനകത്തൊന്നും നമ്മൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ പുസ്തകം ആളുകൾ കൂടുതൽ വാങ്ങിക്കണമെന്നോ വായിക്കണമെന്നോ ഒക്കെയുള്ള താല്പര്യമുള്ള കള്ളന്റെ ആത്മകഥയും കൂടുതൽ വിറ്റതാണല്ലോ ഇവിടെ. അതുപോലെ തന്നെ നളിനി ജമീലയുടെ കഥയും ഒക്കെ വളരെയധികം വിറ്റുപോയ പുസ്തകങ്ങളാണ്. ആ കൂട്ടത്തിലൊരു പുസ്തകം ഇതും ആവും. അല്ലാതെ ഇതൊക്കെ റഫറൻസ് ഗ്രന്ഥമല്ല. ഇതൊക്കെ എടുത്ത് ചവിട്ടിയൊട്ടയിലിടും. ഇതിനെയൊക്കെ ആര് റഫറൻസ് ഗ്രന്ഥമായിട്ട് എടുക്കും? റഫറൻസ് ഗ്രന്ഥമായിട്ട് എടുക്കണമെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിനെ കുറിച്ച് ചെറിയ ഫിലിപ്പ് എഴുതിയൊരു പുസ്തകമുണ്ട്. അതിപ്പോഴും ആധികാരിക റഫറൻസ് ഗ്രന്ഥം തന്നെയാണ്. ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതിനാണ്. കൃത്യമായിട്ടുള്ള ഫാക്ട്, കൃത്യമായിട്ടുള്ള ഡേറ്റ്സ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള സാധനമാണ്. അതിനെയാണ് റഫറൻസ് ഗ്രന്ഥം എന്ന് വിളിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരു പുസ്തകത്തിനകത്ത് എന്തെങ്കിലും കള്ളക്കഥകൾ എഴുതി പിടിപ്പിച്ചാൽ നാളെ ചരിത്രമാവും? ഒരിക്കലും ചരിത്രമാവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയെന്ന് അന്നും ആളുകൾ പറയും. ഇതിനൊക്കെ അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഇതാരാണ് എഴുതുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്, എവിടുന്നാണ് ഇതിന്റെ സൈറ്റേഷൻ, ഇതിന്റെ റഫറൻസ് എവിടുന്നാണ് എടുത്തിരിക്കുന്നത്, ഇതെല്ലാം നോക്കിയിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിനെ നോക്കേണ്ടുന്നത്.